Sarita ma'am, your English teacher. Okay? Okay. So, we were dealing with lesson 1. Do you remember lesson 1? I had told you a story regarding an elephant and a crocodile. Isn't it? Elephant and a crocodile ne kadile miss parnu tannade. Mother elephant, baby elephant, then one crocodile. Their fight between each other. Alle, avaru thammilulla fight. Idakkelle miss explain cheyidathu. ആ ലെസൺ അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം മിസ് നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് തന്നു അല്ലേ? മിസ് നിങ്ങൾക്ക് നോട്ട്സ് തന്നു. പിന്നെ എന്തെന്നാണ് നോട്ട്സ് തന്നിട്ട് പിന്നെ എന്ത് തന്നു? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നു അല്ലേ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കുറച്ച് പാസ്റ്റ് ടെൻസ് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് നിങ്ങളെ എന്താണ് ഈ പാസ്റ്റ് ടെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് മിസ് അതിന്റെ ഒരു ഔട്ട്ലൈൻ തന്നു അല്ലേ? എന്താണ് പാസ്റ്റ് ടെൻസ്, എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് മിസ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചു. അത് മിസ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, സോ ആർ യു റെഡി? Are you ready all? Have you had your breakfast today? എന്താ നല്ല എനർജറ്റിക് ആയിട്ട് ഇരുന്നേ എല്ലാവരും? നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് ഇരുന്നേ. ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ വന്നത് രാവിലെ? എല്ലാവരും നന്നായിട്ട് വാറ നിറച്ചൊക്കെ കഴിച്ചിട്ടൊക്കെയല്ലേ വന്നത്? അപ്പൊ റെഡി ആയിട്ടിരുന്നോ? ബുക്കെല്ലാം ഉണ്ടല്ലോ? Did all of you have your things in front of you? Notebook, pencil, related accessories, everything? Hope everybody have everything with you. Okay, then let's come to the point. Today I'm going to teach you about the simple past tense. Simple past tense. Okay? Okay. So, to narrate events or to talk about things that happened in the past, we use the simple past tense of verbs. The simple past tense of verbs is usually formed by adding d or ed to the present tense form of verbs. Example. എന്താ മിസ് അങ്ങ് ഓട്ടിച്ച് പോന്നേന്നല്ലേ? ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലേ? എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന്? ടു നറേറ്റ് ഇവന്റ്സ് ഓർ ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. മുന്നേ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചോ അല്ലെ മുന്നേ സംഭവിച്ച ഒരു സംഭവത്തെ കുറിച്ചിട്ടോ സംസാരിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ ഓക്കെ. ഇനി ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേർബ് എന്നൊരു സംഗതി ഉണ്ട്. ആ വേർബിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യും. ആ വേർബിനെ ചേഞ്ച് ചെയ്യുന്നത് ആ വേർബിന്റെ അവസാനം രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം ആഡ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ദിസ് വേർബ്? എന്താണ് വേർബ്? ദാറ്റ് ഓൾസോ ഐ എക്സ്പ്ലെയിൻഡ് ഇൻ ദാറ്റ് ക്ലാസ്. പ്രീവിയസ് ക്ലാസ്സിൽ മിസ് അതും പറഞ്ഞു തന്നു. എന്താണ് വേർബ്? വേർബ് ഈസ് ആൻ ആക്ഷൻ വേർഡ് ഓർ എ ഡൂയിങ് വേർഡ്. ഡൂയിങ് വേർഡോ ആക്ഷൻ വേർഡോ ആണ് എന്ത്? വേർബ് എന്ന് പറയുന്നത് അല്ലേ? വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡോ ആണ് അല്ലെങ്കിൽ ഡൂയിങ് വേർഡോ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. എക്സാമ്പിൾ ഓഫ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്: walk, walked. Then what? Start, started. Again, move, moved. Now, did you feel the difference here? Walk, walk. നമ്മൾ വാക്ക് ചെയ്യുന്നു അല്ലേ? അതൊരു വേർബ് ആണ്. ഇറ്റ്സ് ആൻ ആക്ഷൻ വേർഡ് ഓർ എ ഡൂയിങ് വേർഡ്. ഇതൊരു ആക്ഷൻ വേർഡ് ആണ് അല്ലെങ്കിൽ ഡൂയിങ് വേർഡ് ആണ്. ആ വേർഡിന്റെ അവസാനം ഞാൻ എന്ത് ചേർത്തു? ഇ ഡി ചേർത്തു. അതിന്റെ അവസാനം എന്ത് ചേർത്തു? ഇ ഡി ചേർത്തു. അപ്പൊ എന്തായി മാറി? വാക്ഡ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചേർത്തല്ലേ? എന്നിട്ട് അവസാനം അതിന്റെ എന്താക്കണം? ഇ ഡി ചേർത്ത് എന്താക്കി? സ്റ്റാർട്ടഡ്. നെക്സ്റ്റ് വൺ മൂവ്. അതും ഒരു പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ അവസാനം എന്താക്കി? ഡി ചേർത്തു. ഇവിടെ ഇയും ഡിയും ചേർത്തു അല്ലേ? ഫസ്റ്റ് ഇവിടെയും ഇയും ഡിയും ചേർത്തു. നോക്കിക്കേ, വാക്ക് നമ്മൾ എഴുതിയിട്ട് അതിന്റെ കൂടെ ഇയും ഡിയും ചേർത്തു. അപ്പൊ എന്തായി? വാക്ഡ്. ഈ വേർഡിന്റെ കൂടെ സ്റ്റാർട്ടിന്റെ കൂടെ എന്താക്കി? ഇയും ഡിയും ചേർത്തു. സോ ഇറ്റ് ടേൺസ് ടു സ്റ്റാർട്ടഡ്. Then move. അതിന്റെ കൂടെ എന്താക്കി? മൂവിന്റെ നോക്കേ ലാസ്റ്റ് ലെറ്റർ ഓൾറെഡി ഇ കിടപ്പുണ്ട് അല്ലേ? ഓൾറെഡി ഇറ്റ് ഹാസ് ആൻ ഇ അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ്. സോ നോ നീഡ് ടു ആഡ് വൺ മോർ ഇ ടു ഇറ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ അവസാനം ഒരു ഇയും കൂടെ ചേർക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്താക്കി? ഡി മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് ഫൈനലി ഇറ്റ് ടേൺസ് ടു മൂവ്ഡ്. ഓക്കെ, അവസാനം എന്താക്കി? മൂവ്ഡ് ആക്കി. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? Okay then.
So simple past tense, walk, walked. ഇത് എക്സാമ്പിൾസ് ആണ് മിസ് പഠിപ്പിച്ചിരിക്കുന്നത്. These are examples. Okay, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഇത് ഇത്ര ഒന്ന് കോപ്പി ചെയ്തോ. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ എക്സാമ്പിൾസ് ആണ്, നിങ്ങൾക്ക് വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. walk plus ed is equal to walked. Walk plus ed is equal to walked. Start plus ed is equal to started. Move plus d is equal to moved. Okay. So example, you write this example and write all these things along with that. Okay. Copy this fast. Adu copy ചെയ്തു കഴിഞ്ഞോ? You copied? Okay, then moving on. The past tense. ഇനി അടുത്തത് മിസ് റബ് ചെയ്യാൻ പോവാണ്. ഇത് അടുത്ത മിസ് പഠിപ്പിക്കാൻ പോവാണേ. The past tense forms of subverbs are entirely different from their present tense forms. Such verbs are called irregular verbs. Such verbs are called irregular verbs. ഈ verbs തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ irregular verbsനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പോൾ irregular verbs എന്ന് പറഞ്ഞാൽ എന്താണ്? The past tense form of some verbs are entirely different from their present tense forms. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ദേ walk പഠിച്ചു അല്ലേ? We have learned walk and we add two words. ഒരു walk ഒരു വേർഡിന്റെ കൂടെ നമ്മൾ just we have added two letters. നമ്മൾ രണ്ട് ലെറ്റർ മാത്രം ആഡ് ചെയ്തിട്ട് ആ വേർഡിനെ നമ്മളങ്ങ് ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ ഇറ്റ് ടേൺസ് ടു walked. അതിനെ നമ്മൾ എന്താക്കി? ഇടി ചേർത്തു, അടുത്തതാക്കി അല്ലേ? അതുകൊണ്ട് തന്നെ അതൊക്കെ ഓക്കെ റെഗുലർ വേർബ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇറഗുലർ വേർബ്സാ. എന്താ അതിന്റെ പ്രത്യേകത എന്ന് അറിയാമോ? നമ്മളിപ്പോ ഒരു വേർഡ് എഴുതും. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡ്. ഇതിന്റെ അവസാനം ഡിയോ അല്ലെങ്കിൽ ഇഡിയോ ചേർത്ത് നമുക്ക് ഈ വേർഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. We are not at all able to change this word by adding d or ed at the end of the word. ഈ വേർഡിന്റെ അവസാനം ഡിയോ അല്ലെങ്കിൽ ഇ ഡിയോ ചേർത്ത് നമുക്ക് ഈ വേർഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ് ആർ നോൺ ആസ് ഇറഗുലർ വേർബ്സ്. ഇങ്ങനെയുള്ള വേർബ്സിനാണ് എന്തെന്ന് പറയുന്നത്? ഇറഗുലർ വേർബ്സ്. ഓക്കെ, ബട്ട് വി നീഡ് ടു ചേഞ്ച് ദിസ് എനിവേ. നമുക്ക് ഏതായാലും ഇത് ചേഞ്ച് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യും? ഇതിന് മൊത്തത്തിൽ നമ്മളൊന്ന് മാറ്റിക്കളയും. എങ്ങനെ? ദിസ് സ്റ്റാൻഡ് വിൽ ടേൺസ് ടു stood. So what is the past tense of stand? Stood. What is the past tense of stand? Stood. നോക്ക്, ഇതിന്റെ അവസാനം നമ്മൾ വല്ലതും ചെയ്തോ? ഇല്ല. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് അറേഞ്ച്മെന്റ്സ് നടത്തി. ചിലതിനെയൊക്കെ എടുത്ത് കളഞ്ഞു, ചിലതിനെയൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടു അല്ലേ? സോ വി put something in between the word instead of some other words. ഇതിനകത്തുള്ള ചില വേർഡ്സിന് പകരമായി നമ്മൾ വേറെ ഒന്ന് രണ്ട് വേർഡ്സിനെ ആഡ് ചെയ്തു. സ്റ്റാൻഡ് എയും എന്നും മാറ്റി ഡബിൾ ഓ ഫിറ്റ് ചെയ്തു അവിടെ. ഓക്കെ, സോ ഇറ്റ് ടേൺസ് ടു പാസ്റ്റ് ടെൻസ്. സോ ദീസ് ആർ നോൺ ആസ് ഇറഗുലർ വേർബ്സ്. ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ മാറ്റുന്നത്, അതായത് ഡിയോ ഇഡിയോ ആഡ് ചെയ്യാണ്ട് ഒരു ടെൻസ് മാറ്റി നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കുന്നതിനാണ്, പ്രസന്റ് ടെൻസിനെ പാസ്റ്റ് ടെൻസ് ആക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇറഗുലർ verb. Did you understand? Hope you understood. So example, stand, stood, then leap. Leap. What's the past tense of leap? What's the past tense of leap? Okay, let. Isn't it? We didn't add d or ed. d ed ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ലേ? നമ്മളൊരു t ആഡ് ചെയ്തു. അപ്പോൾ ഇതും എന്താണ്? irregular verb ആണ്. Okay. Moving on. The two walked to the river. The baby elephant stood near its mother and they both started drinking water from the river. ആ സെന്റൻസിൽ എന്തും വന്നു? റെഗുലറും വന്നു, ഇറഗുലറും വന്നു അല്ലേ? അപ്പോ അതിലെന്താ വന്നേ? walked വന്നു, റെഗുലർ ആണ്. ബേബി എലിഫന്റ് stood വന്നു, അതെന്താണ്? ഇറഗുലർ വേർബ്. ഇത് റെഗുലറും ഇത് ഇറഗുലറും ആണ് കേട്ടോ. This is regular and this is irregular. മിസ് ഇങ്ങനെ എഴുതുന്നത് നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ജസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ. So I think it's better we can move on to an activity so that you will be able to understand more. നമുക്കൊരു ആക്ടിവിറ്റിയിലോട്ട് പോകാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, so get ready to copy the things. See this. Give the heading.
പാരഗ്രാഫ് ആണ് മിസ് തരുന്നത്. In bracket we had given a word. We had given a word in bracket. We need to write the past tense of that verb. Okay. ഈ ബ്രാക്കറ്റിൽ തരുന്ന വേർഡ്, ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു വേർഡ്സ് കാണുമേ, ആ വേർഡ്സിന്റെ പാസ്റ്റ് ടെൻസ് നമുക്ക് ആൻസർ ആയിട്ട് ബ്ലാങ്കിൽ എഴുതണം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? സം വിൽ ബി റെഗുലർ ആൻഡ് സം വിൽ ബി ഇറഗുലർ. ചിലത് നമുക്ക് അവസാനം ഡിയോ ഇഡിയോ ചേർത്തിട്ട് എഴുതാം, പക്ഷെ ചിലത് മൊത്തത്തിലൊന്ന് മാറ്റേണ്ടി വരും. അപ്പൊ അതാണ് ഇറഗുലർ വേർബ്സ്. ഓക്കെ, കീപ് ഇൻ മൈൻഡ് we are going to have this. We will be having some words in brackets, so we need to change the words in brackets by writing it the past tense of that word, okay, into the blanks so that we can fill it. Anyways, Mohit always eat. Eat will turns to ate. ate. കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ഈറ്റ് എന്ന് പറയരുത് കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് മുതൽ നോക്കിക്കോ, ഇത് പഠിപ്പിക്കുന്നതേ നിങ്ങൾ സംസാരിക്കാൻ കൂടി വേണ്ടിയിട്ടാണേ. അപ്പൊ ഇന്നെന്താ രാവിലെ നിങ്ങൾ എന്ത് കഴിച്ചു? ഐ ഈറ്റ് എന്നാണോ പറയാ? നോ നോ നോ. Already Miss ചോദിച്ചില്ലേ, have you had your breakfast? Yeah, we had our breakfast today. Okay, then what you had today? ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ കഴിച്ചത്? അപ്പൊ നിങ്ങൾ എന്ത് പറയും? I eat അപ്പം. I eat അപ്പം means what? നിങ്ങളിപ്പോ കഴിക്കുന്ന പറയാ, പക്ഷെ അത് കഴിഞ്ഞു പോയ കാര്യമില്ലേ? കഴിഞ്ഞു പോയ കാര്യത്തിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ പഠിപ്പിക്കുന്നില്ലേ ഇവിടെ? എന്തെന്നാ പാസ്റ്റ് ടെൻസ് എങ്ങനെയാ പറയാ? So we used to use the word of past tense of that verb. Eat ന്റെ past tense വേണം നമ്മൾ യൂസ് ചെയ്യാൻ. I ate അപ്പം. ഞാൻ ഇന്ന് അപ്പം കഴിച്ചു. അപ്പൊ എന്ത് പറയാ? I ate. I ate appam. Did you understand? Write neatly. Okay, I don't want bad handwriting. Touch the lines. റൈറ്റ് ഫാസ്റ്റ്. ഇത് വീഡിയോ കണ്ടു തീർന്നിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എഴുതാന്ന് പറഞ്ഞ് നിൽക്കണ്ട കേട്ടോ. കോപ്പി ചെയ്തോ, കോപ്പി ചെയ്തോ. ചില ആൾക്കാർക്കൊക്കെ എഴുതാൻ ഭയങ്കര മടിയാണെന്നൊക്കെ കേട്ടല്ലോ. ചില ഉമ്മമാരൊക്കെ വിളിച്ച് പരാതി പറയണുണ്ട്, ഭയങ്കര മടിയാണ്. പേര് ഞാൻ പറയുന്നില്ല കേട്ടോ, പേര് പറഞ്ഞ് വെറുതെ ഇനി വിഷമിപ്പിക്കുന്നില്ല എന്ന് കരുതിയിട്ടാ. ഈ ക്ലാസ്സും മര്യാദയ്ക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ ഇനി ഞാൻ പേര് പറയും. പേര് പറഞ്ഞിട്ട് പിന്നെ പണിഷ്മെന്റ് ഒക്കെ തരും, നാണക്കേടാണേ. നൗ യു ആർ ഇൻ ക്ലാസ് 2. ഓക്കെ, തിങ്ക് അബൌട്ട് ഇറ്റ്. യു ബിക്കം ബിഗ്. നിങ്ങൾ വലുതായി.
മിസ് ഇന്ന് കുറച്ചേ തരുന്നുള്ളൂ കേട്ടോ. ഇത് കുറച്ച് വലിയൊരു പാരഗ്രാഫാണ്. മിസ് ഇന്ന് കുറച്ച് തരാം. ബാലൻസ് ഐ വിൽ ഗിവ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ? നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ലൈനൊന്നും ഇടണ്ട കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിസ് അടുത്ത ക്ലാസ്സിൽ ഇത് ബാലൻസ് എഴുതി തരും. ഓക്കെ? സോ ഐ വിൽ റീഡ് once again. Mohit always ate junk food. He loved it and his mother allowed him to eat it. Soon Mohit became very fat and everybody made fun of him at school. His classmates called him cabbage. Soon he stopped talking to everyone. Just in the meaning ഒന്ന് പറയാവേ. മോഹിത് എന്ന് പറയുന്ന കുട്ടി എപ്പോഴും ജങ്ക് ഫുഡാണ് കഴിക്കുന്നത്. എന്താണ് ജങ്ക് ഫുഡ്? നൂഡിൽസ്, ബർഗർ, ബ്രോസ്റ്റ്, പൊറോട്ട, ഓൾ ദോസ് ആർ ജങ്ക് ഫുഡ്. എപ്പോഴും ജങ്ക് ഫുഡാണ് കഴിക്കുക. ജങ്ക് ഫുഡ് കഴിക്കുന്നത് എന്താ? ഹി ലവ്ഡ് ഇറ്റ് ആൻഡ് ഹിസ് മദർ അലൗഡ് ഹിം ടു ഈറ്റ് ഇറ്റ്. അവനത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടോ അവന്റെ ഉമ്മയാണെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യും. സൂൺ മോഹിത് ബിക്കേം വെരി ഫാറ്റ്. അപ്പത്തേന് മോഹിത് കയറി ഗുണ്ടുമണിയല്ലേ. ആൻഡ് എവറിബഡി മെയ്ഡ് ഫൺ ഓഫ് ഹിം അറ്റ് സ്കൂൾ. സ്കൂളിൽ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഓവറായിട്ട് വണ്ണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും ദേ ഗുണ്ടുമണി വരുന്നേ, ഇതേ ചക്കപ്പോത്ത് വരുന്നേ എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ അവനെ എന്ത് പേരിട്ട കളിയാക്കിയ? കാബേജ്. ഹിസ് ക്ലാസ്മേറ്റ്സ് കോൾഡ് ഹിം കാബേജ്. സൂൺ ഹി സ്റ്റോപ്പ് ടോക്കിംഗ് ടു എവരിവൺ. ഇത് കേട്ടപ്പോൾ പിന്നെ ആരോടും മിണ്ടാണ്ടായി. ഓക്കെ? സോ പിന്നീട് എന്ത് സംഭവിച്ചു? ടു ബി കണ്ടിന്യൂഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ? സോ ടിൽ ദെൻ ടേക്ക് കെയർ. റൈറ്റ് ദിസ് neatly in your notebook and inshallah we can see with the balance of the portion in the next video, in the next class. Till then take care all of you, and it's me, your Farida ma'am. Assalamu alaikum.